ഹായ്, സിറോസ് EVയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ റേഞ്ചിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കാണാം. നമ്മളിപ്പോൾ കാണുന്നത് വാഹനത്തിൻ്റെ ക്ലസ്റ്ററാണ്. അതിൽ ഇവിടെ നമുക്ക് റേഞ്ച് 412 കിലോമീറ്റർ എന്നുള്ളത് കാണാൻ പറ്റും. തൊട്ട് താഴെ 94% എന്നുള്ള ബാറ്ററി ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് നിൽക്കുന്നുണ്ട് എന്നുള്ളതും കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ഡ്രൈവ് മോഡൊന്ന് മാറ്റി നോക്കാം. ഡ്രൈവ് മോഡ് അതിൻ്റെ ബട്ടൺ വരുന്നത് സ്റ്റിയറിംഗ് വീലിലാണ്. ഇവിടെ ഡ്രൈവ് മോഡിൻ്റെ ബട്ടൺ ഉണ്ട്. നമ്മളതൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈക്കോയിൽ കിടക്കുകയായിരുന്നു, അത് 411 ആയിരുന്നു റേഞ്ച്. ഇപ്പം നോർമലിലോട്ട് മാറ്റിയപ്പോഴും അത് 399 മാറി. വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്പോർട്സ് മോഡിലോട്ട് മാറി. സോ 399 മാറി 387 ആയി. സോ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഏത് ഡ്രൈവ് മോഡാണ് ചൂസ് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്ത് റേഞ്ച് മാറും. അതുപോലെ തന്നെ വാഹനം നമ്മൾ എത്ര സ്പീഡിൽ ഓടിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തും റേഞ്ച് മാറും. തീർന്നിട്ടില്ല, നമ്മൾ വാഹനത്തിൽ എത്ര ലോഡ് കെയർ ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തും റേഞ്ച് മാറും. ഇനി കുറച്ചധികം ഡേറ്റ നമുക്ക് ഇൻഫർമേഷൻ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കാണാനുണ്ട്, അതുകൂടെ നോക്കാം. ഇവിടെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിൽ EV എന്ന് എഴുതിയിട്ടുള്ളൊരു ഐക്കണുണ്ട്, നമ്മളതൊന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് 94% ബാറ്ററി ഉണ്ട്. 120 മീറ്ററിന് കാണാം. അത് സൂചിപ്പിക്കുന്നത് 120 മീറ്റർ അകലെ നമുക്കൊരു ചാർജിങ് സ്റ്റേഷൻ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ AC ഓഫാണ്. സോ 411 കിലോമീറ്റർ റേഞ്ച് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് AC ഓൺ ചെയ്ത് നോക്കാം. AC ഒന്ന് ഓൺ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, 405 കിലോമീറ്റർ റേഞ്ച് വിത്ത് AC കാണാൻ പറ്റും. AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 411 കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ACയുടെ ബ്ലോവറിൻ്റെ സ്പീഡൊന്ന് കൂട്ടുകയാണ്. കണ്ടോ, വീണ്ടും റേഞ്ച് ഡ്രോപ്പായി. വീണ്ടും ബ്ലോവർ സ്പീഡൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര നമ്മൾ ബ്ലോവർ സ്പീഡ് കൂട്ടിയിടുന്നു അത് ഡിപ്പെൻഡ് ചെയ്ത് വാഹനത്തിൻ്റെ റേഞ്ചിൽ വ്യത്യാസമുണ്ട്. ഇത് കിയയുടെ വാഹനങ്ങളല്ല, എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഇൻഡിക്കേഷൻ വരിക. അടുത്തതായി ഈ ഒരു EV ഐക്കണിൽ വീണ്ടും നമ്മളൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇടതുവശത്ത് താഴെ നമുക്ക് ഇക്വലൈസറിൻ്റെ സിമ്പലിൽ ഒരു ഐക്കൺ കാണാൻ പറ്റും. നമ്മൾ അതിലൊന്ന് ടാപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി 2% ചാർജ് ഡ്രൈവിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട് 52% ചാർജാണ് കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ACക്ക് വേണ്ടി 46%, ബാറ്ററി കെയറിന് വേണ്ടിയിട്ട് 0% ചാർജൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ടുള്ള എത്ര കിലോവാട്ട് ബാറ്ററിയാണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് എന്തൊക്കെ ഡിവൈസസ് ആണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ അറിയാൻ പറ്റുന്നത്. ഇവിടെ തന്നെ ഇടതുവശത്ത് എനർജി കൺസംഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ 4.5 കിലോവാട്ട് ചാർജ് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ വാഹനം ഓടിയിരിക്കുന്നത് വെറും 3 കിലോമീറ്ററാണ്. ഇത് ഇന്നത്തെ ഡേറ്റയാണ്, 21/8. ഇനി കുറച്ച് പഴയ ഡേറ്റയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ അല്പം മാറി നോക്കാം. ഇവിടെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ, 4.2 കിലോവാട്ടിൻ്റെ ചാർജ് യൂസ് ചെയ്ത് വാഹനം 36 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് വാഹനം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെറുതെ AC ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ ചാർജ് മീൻസ് നമ്മുടെ ചാർജ് കൺസ്യൂം ആവും, പക്ഷേ നമ്മുടെ റേഞ്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ 5.7 കിലോവാട്ടിൻ്റെ ചാർജ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് 51 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുമുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ചധികം ദിവസത്തെ ഡാറ്റ ഇതിൽ കാണാൻ പറ്റും. എന്നാൽ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത് വാഹനത്തിൻ്റെ ഈ സിറോസ് EVയുടെ ടോപ്പ് വേരിയൻറ്റിലാണ്. സോ ഇതിൽ വരുന്ന വലിയ ബാറ്ററി പാക്കാണ്, 51.4 കിലോവാട്ടിൻ്റെ വലിയ ബാറ്ററി പാക്കാണ് വരുന്നത്. ഈ വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് 526 കിലോമീറ്ററാണ്. എന്നാൽ ഇപ്പോൾ 94% ചാർജ് വെച്ചിട്ട് 411 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ റേഞ്ച് റിയൽ ടൈമായിട്ട് വാഹനം കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ വാഹനത്തിൻ്റെ യൂസർ എങ്ങനെയാണ് ഈ വാഹനത്തെ ഡ്രൈവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പാറ്റേൺ ഇത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റേഞ്ച് ഈ ക്ലസ്റ്ററിൽ കാണിക്കുന്നത്. സോ ഫുൾ ചാർജ് ചെയ്തിരുന്നാലും 400-300 ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 410
ചില സമയത്ത് 550 കാണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതിനർത്ഥം എത്ര നന്നായിട്ട് ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രൈവർ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. സോ ഈ ക്ലസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന റേഞ്ച് ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുന്നത്തെ തവണ ഈ വാഹനത്തെ എത്ര നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് കാൽക്കുലേഷനാണ്. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ക്ലസ്റ്ററിലെ റേഞ്ച് കാണിക്കുക. മര്യാദയ്ക്ക് ഓടിക്കുകയാണ്, പ്രോപ്പറായിട്ടൊരു ഡ്രൈവിംഗ് ഹാബിറ്റുള്ള ആളാണ് ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫുൾ ചാർജ് ചെയ്യുന്ന സമയത്ത് 590 റേഞ്ച് കാണിച്ചിട്ടുള്ള സിറ്റുവേഷനും ഉണ്ട്. എന്നാൽ AC ഭയങ്കരമായിട്ടിട്ട് ഭയങ്കര റാഷ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റേഞ്ച് 350, ഫുൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിൽ 350 കാണിക്കുന്ന സിറ്റുവേഷനും വരുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വാഹനം എത്ര പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് വെച്ചിട്ടാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് കാണിക്കുക, ക്ലസ്റ്ററിൽ കാണിക്കുക. താങ്ക് യു.